കേരള ചരിത്ര പ്രാധാന്യമുള്ള വേണാട്ടിലെ പ്രമുഖമായ എട്ടുനായർ തറവാടുകളിലെ കാരണവന്മാരായിരുന്ന എട്ടുവീട്ടിൽ പിള്ളമാർ. ഇവരുടെ ചരിത്രാന്വേഷണങ്ങളിലേക്കാണ് ഇന്ന് പൈതൃക ടിവിയുടെ പ്രയാണം. ഇന്ത്യയിൽ നിലയുറപ്പിച്ച വിദേശ ശക്തികൾക്കെതിരെ ഏറ്റവും ശക്തമായി പടപൊരുതിയ നായർ സമുദായത്തിന്റെ മറ്റൊരു പോരാട്ട കഥയാണ് 1721 ആറ്റിങ്ങൽ എട്ടുവീട്ടിൽ പിള്ളമാരുടെ നേതൃത്വത്തിലുള്ള ശക്തമായ നായർ സൈന്യം നടത്തിയത്. ആറ്റിങ്ങൽ കലാപത്തിൽ 133 ബ്രിട്ടീഷുകാരാണ് കൊല്ലപ്പെട്ടത്. ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും വ്യാപാര കുത്തക തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സായുധ ശക്തിയുടെ പിൻബലത്തോടെ 1684 അന്നത്തെ വേണാട് ഭരണാധികാരിയായിരുന്ന അശ്വതി തിരുനാൾ ഉമയമ്മ അനുമതിയോടെ ആറ്റിങ്ങലിനടുത്ത് അഞ്ചുതെങ്ങിൻ കോട്ട നിർമ്മാണം തുടങ്ങി. പിന്നീട് ബ്രിട്ടീഷുകാർ കോട്ടയ്ക്കുള്ളിൽ രഹസ്യമായി സൈനിക ആയുധ സന്നാഹങ്ങൾ ഒരുക്കി കോട്ടയെ സൈനിക പരിശീലന കേന്ദ്രവുമാക്കി. ബ്രിട്ടീഷ് സൈനിക തലവനായ ഗീഫോർട്ട് ആയിരുന്നു അഞ്ചുതെങ്ങ് കോട്ട നിയന്ത്രിച്ചിരുന്നത്. കച്ചവടം നടത്താൻ വന്നവർ ക്രമേണ അധികാര കേന്ദ്രങ്ങളിൽ കൈകടത്തുവാനും വാണിജ്യത്തിൽ ചതിവു കാട്ടുവാനും തുടങ്ങിയപ്പോൾ എട്ടുവീട്ടിൽ പിള്ളമാരുടെ നേതൃത്വത്തിൽ നായർ സൈന്യം 1697 അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ചു. എന്നാൽ ഈ നീക്കം പരാജയപ്പെട്ടു. ബ്രിട്ടീഷുകാർ യഥാവിധി കപ്പവും ഉപഹാരങ്ങളും ഉമയമ്മ നൽകി പോന്നു. ബ്രിട്ടീഷുകാർ നേരിട്ട് സമ്മാനങ്ങൾ നൽകുന്നതിനെതിരെ എട്ടുവീട്ടിൽ പിള്ളമാർ എതിർത്തു. ഈ എതിർപ്പ് വകവയ്ക്കാതെ 1721 ഏപ്രിൽ 15 ഗീഫോർട്ട് 140 ബ്രിട്ടീഷുകാരുടെ അകമ്പടിയോടെ എട്ടുവീട്ടിൽ പിള്ളമാരെ വെല്ലുവിളിച്ച് റാണിക്ക് സമ്മാനം കൊടുക്കുവാനായി ശ്രമിച്ചു. സമ്മാനവുമായി വന്ന ബ്രിട്ടീഷുകാരുമായി ഇവർ ഏലാപുരത്ത് ഏറ്റുമുട്ടി മുഴുവൻ ബ്രിട്ടീഷുകാരെയും വധിച്ചു. അതിനുശേഷം അവർ അഞ്ചുതെങ്ങ് കോട്ടയും പള്ളിയും നശിപ്പിച്ചു. പിന്നീട് തലശ്ശേരിയിൽ നിന്നും വൻ ബ്രിട്ടീഷ് പട്ടാളം വന്നതോടെ സ്ഥിതിഗതികൾ ശാന്തമായി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും 1757 പ്ലാസി യുദ്ധത്തിനും 1817 പൈക പ്രക്ഷോഭത്തിനേക്കാളും മുൻപേ നടന്നതും അവയേക്കാൾ കൂടുതൽ ശത്രുക്കളെ കൊന്നതുമായ ആറ്റിങ്ങൽ കലാപം ചരിത്രത്താളുകളിൽ വിസ്മൃതിയിലാണ്. വേണാട്ടിലെ പ്രമുഖമായ എട്ടുനായർ തറവാടുകളിലെ കാരണവന്മാരായിരുന്നു എട്ടുവീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടിരുന്നത്. കാലങ്ങളായി രാജഭരണത്തിന് സഹായം ചെയ്തു വന്നവരായിരുന്നു ഇവർ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തിവർ ഉണ്ടാക്കിയ കലാപങ്ങൾക്കാണ് ശരിയായ രേഖകൾ ഉള്ളത്. രാമനാമഠത്തിൽ പിള്ള, മാർത്താണ്ഡമഠത്തിൽ പിള്ള, കുളത്തൂർ പിള്ള, കഴക്കൂട്ടത്ത് പിള്ള, ചെമ്പഴന്തി പിള്ള, പള്ളിച്ചൽ പിള്ള, കുടമൺ പിള്ള, വെങ്ങാനൂർ പിള്ള മേൽപ്പറഞ്ഞവരായിരുന്നു എട്ടുവീട്ടിൽ പിള്ളമാർ.